Hi, welcome to Vidya Classroom. It's me, Salma. നമ്മള് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോഷ്യൽ സയൻസ് കാറ്റഗറി 2 വരുന്ന കേട്ടറ്റ് എക്സാമിന് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ നിന്നും കാറ്റഗറി 2 വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കേട്ട് പരിചയമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഒരുപാട് പഠിച്ച ആളുകൾ ഉണ്ടാവും. അപ്പം എന്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം? ഏത് സമരത്തെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവത്തെയാണ്. 1857 നടന്ന വിപ്ലവത്തെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാര്യം നമുക്ക് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് ചെറുപ്പം തൊട്ടേ കുട്ടികളെ പഠിപ്പിച്ചു വരുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ശിപായി ലഹള എന്നാണ്. ശിപായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാര് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. ശിപായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857 മെയ് 10. ഇതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രിട്ടീഷുകാര് ഇന്ത്യയെ ഭരിച്ച സമയത്ത് അവര് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരെ ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് എടുത്തു. ഈ ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് എടുത്ത സമയത്ത് അതില് ഇന്ത്യയിലെ നാനാ ജാതികളിൽപ്പെട്ട അല്ലെങ്കിൽ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻഫീൽഡ് റൈഫിൾ എന്ന ഒരു തോക്കാണ് നൽകിയത്. ആ തോക്കിൽ നിറച്ച അതായത് വെടിമരുന്നായിട്ട് പശുവിന്റെയും പന്നിയുടെയും നെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നിഷിദ്ധമായ ഒരു കാര്യമാണ്, പന്നിയുടെ നെയ്യ് എന്ന് പറഞ്ഞാലൊക്കെ. അതുപോലെ തന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പശുവിന്റെ നെയ്യ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ പശു എന്ന് പറഞ്ഞാല് അവർക്ക് ദൈവമാണ്. അപ്പം അതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റാണ്. ഈ മീററ്റ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയോ? നോർത്ത് ഇന്ത്യയിലാണ്, അതായത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ് മീററ്റ്. ഉത്തർപ്രദേശ് UP ആണ് മീററ്റ്. മീററ്റ് ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെനെ എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും. ഒരുപാട് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ ആണ്. 1857 ഏപ്രിൽ 8. ഏപ്രിൽ 8 1857 ഏപ്രിൽ 8 ആര് രക്തസാക്ഷിത്വം വഹിക്കുന്നത്? മംഗൾ പാണ്ഡെ. വിപ്ലവത്തിന്റെ ചിഹ്നമായിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും താമരയും ആയിരുന്നു കേട്ടോ. വിപ്ലവത്തിന്റെ ചിഹ്നം ആയിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും താമരയും ആയിരുന്നു. ഇതും ഒരുപാട് ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് കേട്ടോ. ഇനി വിപ്ലവത്തിൽ ഡൽഹിയുടെ ഭരണാധികാരിയുടെ വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ രാജാവ്, ഡൽഹിയുടെ ഭരണാധികാരിയായിട്ട് വിപ്ലവകാരികള് അന്ന് ഒരു രാജാവിനെ അവരോധിച്ചിരുന്നു. അദ്ദേഹം മുഗൾ രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു. അത് മറ്റാരുമല്ല, ബഹദൂർ ഷാ സഫറാണ്, അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹമായിരുന്നു മുഗൾ രാജാവായിട്ട് അന്നത്തെ ഡൽഹിയുടെ ഭരണാധികാരിയായിട്ട് വിപ്ലവകാരികൾ അവരോധിച്ചത്. പിന്നെ വിപ്ലവ സമയത്ത് ഗവർണർ ജനറൽ കാനിങ് പ്രഭു, ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിപ്ലവ സമയത്ത് ഗവർണർ ജനറൽ ആയിട്ടുള്ളത് കാനിങ് പ്രഭു ആണ് കേട്ടോ. കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വേദിയായ സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ വേദിയായിട്ടുള്ള സ്ഥലങ്ങളും അവരുടെ
ആ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നേതാക്കന്മാരുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഝാൻസിയില് റാണി ലക്ഷ്മിബായി ആയിരുന്നു, അതുകൊണ്ടാണ് ഝാൻസി റാണി ലക്ഷ്മിബായി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഗ്വാളിയോറിലും റാണി ലക്ഷ്മിബായി തന്നെയായിരുന്നു വിപ്ലവം ലീഡ് ചെയ്തിരുന്നത്. പിന്നെ ബീഹാർ പറയുകയാണെങ്കിൽ കൻവർ സിംഗ് ആണ്. ബീഹാറിലെ കൻവർ സിംഗ്. ജഗദീഷ്പൂർ കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കൻവർ സിംഗ് ആണ്. ഡൽഹി ജനറൽ ഭഗത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയില് ജനറൽ ഭഗത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനാണ്. കാൺപൂരില് നാനാ സാഹിബ്. കാൺപൂരില് നാനാ സാഹിബ് ആയിരുന്നു. ലക്നൗ, ആഗ്ര, ഔദില് ബീഗം ഹസ്രത് മഹലാണ്. ലക്നൌവിലും ആഗ്രയിലും ഔദിലും ബീഗം ഹസ്രത് മഹലാണ്. അപ്പം ലക്നൌവിൽ ആരാണ് കലാപം നയിച്ചിരുന്നത് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാൺപൂരിലെ നാനാ സാഹിബിനെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. വീർ ദാമോദർ സവർക്കർ എന്നാണ് മുഴുവൻ പേര്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ശിപായി ലഹള എന്ന് മറ്റൊരു പേരിൽ വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. ഈ രണ്ട് വിശേഷണങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തത് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് നാനാ സാഹിബാണ്. വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് നാനാ സാഹിബാണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. PSC ആയാലും ടെറ്റ് ആയാലും മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. ഓക്കെ, താങ്ക് യു.